ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു പ്രേത അനുഭവ സംഭവ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 എപ്പിസോഡ് ചെയ്തു. ഇത് 3ാമത്തെ എപ്പിസോഡ്. ഇത് ഈ സംഭവത്തിൻ്റെ അവസാന എപ്പിസോഡാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ചെറിയ നിബന്ധനകളുണ്ട്, അതൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് ബുക്ക് ചെയ്യുക. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം. ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ ഒരു പ്രേതബാധ ഉണ്ടായി. അവിടെ വരുന്നവരെയും ബന്ധുക്കളെ എല്ലാവരെയും അത് പേടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അത് പ്രകാരം ഞങ്ങൾ അവിടെ പോയി. ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഭയപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഞാൻ ഈ 2 എപ്പിസോഡിൽ പറഞ്ഞത്. 2ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതിനെ ഒഴിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് പോയിട്ട് പോലും ഞങ്ങൾ ഈ ഡിബേരായി തിരിച്ചു പോകേണ്ടതൊന്നും നടന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഗുരുവിൻ്റെ ഉപദേശം തേടാനാണ് ഞാൻ പോയത്. ഞാൻ പോയി ഗുരുവിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, അത് നീ പോയി ഒഴിപ്പിക്കുന്ന ആവാഹിച്ചൊക്കെ നോക്കിയിട്ട് അത് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നീ ആ ഭാഗത്ത് പോയി ഒഴിപ്പിക്കാൻ നിൽക്കണ്ട. നീ നിൻ്റെ കളത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് വെച്ചിട്ട് ഇതിനെ അവിടെ വരുത്തിയിട്ട് ആ പ്രേതത്തിൽ, അപ്പം അവരുടെ വീട്ടിൽ വെച്ച് താൽക്കാലികം ഉണ്ടാക്കിയ ഒരു ഷെഡുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പൂജ ചെയ്തത്. അവിടെ വന്നില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നൊരു കളമുണ്ട്. ആ കളത്തിൽ വെച്ചാൽ എത്ര ദൂരെ ഇരുന്നാലും ഇത് വിളിച്ചാൽ വരും. അതിനെ വിളിച്ച് ഒരു പ്രതിമ ഉണ്ടാക്കണം. ആ പ്രതിമയുടെ കൂട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തന്നെ. എങ്കിൽ ആ കൂട്ടിൽ ചെയ്തതിന് ശേഷം ഇതിനെ വരുത്തണം. വിളിച്ച് അതിനകത്ത് വരുത്തിയിട്ട് ഇതിനെ വേദനിപ്പിക്കണം. വേദനിപ്പിക്കുന്ന സമയം, ഈ പവറിനെ വേദനിപ്പിക്കുന്ന സമയത്തിന് അവരുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇത് വരും. അപ്പോൾ തയ്യാറായിരുന്നോളണം. ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തി ഇത് പരിഹരിച്ചിരിക്കണം. അപ്പോൾ പറഞ്ഞ സമയം ഒരുപാട് മണിക്കൂറുകളുണ്ട്. ഇപ്പം ഒരു അനുഭവം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 മണിക്കൂറിന് പുറത്തുള്ള സമയമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് വിധി. അതിനുള്ളിൽ പോയി ഒഴിപ്പിച്ചാൽ മതി. അപ്പം ഇവിടെ നമുക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞെത്താം. അതിനിപ്പോൾ ശരി, ബാക്കി എൻ്റെ ടെക്നിക്കും കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തന്നു. എന്നിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും, എന്നാണെങ്കിലും വണ്ടി വിട്ടാൽ മതി, ഞാൻ വന്നോളാം, അദ്ദേഹം എനിക്ക് വാക്ക് തന്നു. ഇത് ഒരു പുതിയ വഴിയാണ്, എനിക്ക് ഓർമ്മയില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു വഴിയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞാൻ വീട്ടുകാരോട് പോയി സംസാരിച്ചു. അപ്പോൾ ഇതെനിക്ക് എനിക്കെന്നല്ല, എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും ഇതൊരു അന്തസ്സിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മാറി. എന്ന് വിചാരിച്ച് നമ്മുടെ അഭിമാനം മാത്രമല്ല കേട്ടോ, ആ വീട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് 1ാം സ്ഥാനം. 2ആണ് നമ്മുടെ അഭിമാന പ്രശ്നം. അപ്പം നമ്മുടെ അഭിമാന പ്രശ്നം ആലോചിച്ചിട്ടാണെങ്കിൽ പോലും ഇതിനെ പരിഹരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു കടമയായിട്ട് പറയും. അങ്ങനെ വീട്ടുകാരോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ ഇവിടെ വന്ന് ഇതിനെ ആവാഹിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇനി എനിക്ക് അത് വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിക്കും. കാര്യം അന്ന് നമ്മൾ വെച്ച് ആവാഹനം നടത്തിയതിൻ്റെ കുറച്ച് സാധനങ്ങൾ ബാലൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെ ഇതിനെ വിളിച്ചു വരുത്താൻ ഒരു മാധ്യമമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഞങ്ങൾ ആ ചെയ്യുന്ന കളം, സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കളമുണ്ട്. ആ കളത്തിലൊക്കെ ഇത് വെച്ചാൽ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഈ സാധനം അവിടെ വരും. ക്ഷേത്ര കോമ്പൗണ്ടിലല്ല, പുറത്താണ്. ഇതവിടെ വരും, ഉറപ്പാണ്. പക്ഷെ അതിന് ഒരുപാട് വേദന ഉണ്ടാകും. വേദന ഉണ്ടാകുന്ന വിധത്തിൽ അതൊരു രൂപമാണ് കേട്ടോ, ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടാണ്. അതിൻ്റെ ഓരോ സന്ധികളിലും നമ്മൾ ഈ കർപ്പൂരം വെച്ച് കത്തിക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകും. അത് ഇവിടെ വന്നാൽ നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷെ അത് ഏതെങ്കിലും അതുമായി ഇപ്പം നമ്മൾ ഇടപെട്ട ആ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ശരീരത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയി അതിനെ പിടിച്ചു കെട്ടണം. ഇതന്നെ ഗുരു സ്വാമി പറഞ്ഞു തന്നത്. അതനുസരിച്ച് ഞാൻ അവരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അവർക്ക് പേടി. ഈ കാര്യം അവർ ഇത് കാണിച്ചിട്ടുള്ള ഓരോന്നെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ വന്നത് കാണിക്കും പോലെയൊക്കെയാണ് കാണിച്ചിട്ട് പോയത്. ഞാൻ ഇത് പേടിക്കാതിരിക്കാനും ഇതല്ലാതെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പല പഴുതുകൾ ആലോചിച്ച് വയ്ക്കണം. ഇതിപ്പോൾ തെങ്ങിന്നല്ലേ തേങ്ങ, അത് മടൽ ഒടിഞ്ഞു വീണതായിരിക്കാം, അല്ലെങ്കിൽ പട്ടി കുറച്ച് ചത്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നുമല്ല സത്യം എന്നുള്ളത് എനിക്കും അറിയാം. അവസാനം അവർ മനസ്സോടെ അവർ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ചോളണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടായാൽ ഉടനെ എന്നെ അറിയിപ്പിക്കണം. ആരുടെ ശരീരത്ത് വന്നാലും ഇത് അറിയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരു ദിവസത്തിൽ 1 മണിക്കൂറാണ് ഞാൻ. അപ്പം അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ ഇതിൻ്റെ ഈ പ്രതിമയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട്. അതിൻ്റെ ഇരുന്നിട്ട് ഇത് അവിടെ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടുവന്ന കുറച്ച് ദ്രവ്യങ്ങളൊക്കെ അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടാണ് ആവാഹിക്കുന്നത്. അപ്പോൾ ആ പവർ തന്നെ കൃത്യമായിട്ട് ഇവിടെ എത്തും. അങ്ങനെ ഞാൻ തുടങ്ങി 21 ദിവസം ചെയ്തു. ഒരനക്കവും ഇല്ല. അപ്പോഴൊക്കെ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ ആർക്കും അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു
വാർത്ത വന്നത്, ഒരു സമയം വിളിച്ചിട്ട് ഞാൻ 21 ദിവസം കഴിഞ്ഞു, 21 ദിവസത്തിന് മുമ്പ് ഒരു ദിവസം ഇദ്ദേഹം ഞാൻ വിളിച്ചു സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. ഒന്നും സംഭവിച്ചില്ല സാറേ, ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിച്ചിട്ട് സാറേ ഇന്നലെ ഇവിടെ ആദ്യമായിട്ട് ഈ എന്നെ കണ്ട പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. ആ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ അവൾ പറഞ്ഞത്, അവിടെ വന്നപ്പോൾ അവൾ ആരോ കഴുത്തി പിടിക്കും പോലെയൊക്കെ വീണ്ടും നമുക്ക് അനുഭവപ്പെട്ടു. മുമ്പ് ഇവിടെ വന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പോയതാണ്, വീണ്ടും നമുക്ക് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. സാറല്ലേ പറഞ്ഞത് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് വരില്ലാന്ന്. സത്യം ഞാൻ അങ്ങ് ചമ്മിപ്പോയി. ഞാൻ പറഞ്ഞ് സാറേ ഞാനൊരു സാധ്യം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇതം ഭൂമി, ഇതം ഗ്രഹം, ഇതം ഗ്രഹവാസികൾ. ഈ ഭൂമിയിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹവാസികൾക്ക്, ഇപ്പം ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അത് നമുക്ക് അവരുടെ സംരക്ഷണം കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല സാറേ. അതുകൊണ്ടായിരിക്കാം പിടിച്ചത്. എന്തായാലും സാറിനും സാറിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അത് വന്നില്ല. ആ പെൺകുട്ടിക്ക് ഞാൻ മുമ്പ് വന്ന് അനുഭവപ്പെട്ടിട്ട് പോയതല്ലേ സാറേ, ആ ഒരു മനസ്സോടുകൂടിയൊക്കെ വന്നായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് ഈ 21 ദിവസം പൂർത്തിയായിട്ട് ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ സാറേ ഞാനിത് നിർത്തുന്നില്ല, എന്തായാലും വരും, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ ഗുരു പറഞ്ഞാൽ അത് സത്യമാണ്. ഞാൻ അത്രയും വിശ്വസിക്കുന്നു. അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹം പറഞ്ഞ പോലെ നടക്കും. എന്തായാലും ആരുടെയും ശരീരത്തിൽ ഇത് വന്ന് ഒഴിപ്പിക്കാതെ പറ്റൂലല്ലോ. വരുന്നത് വരെ ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് തുടർന്നു. വീണ്ടും 21 കഴിഞ്ഞിട്ട് 7 ദിവസം എന്തോ കഴിഞ്ഞു. അപ്പോൾ 28ൻ്റെ എന്തോ ആണ്, 27 കഴിഞ്ഞിട്ട് 28ൻ്റെ അന്നാണ് അദ്ദേഹം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ ആ വന്ന പെൺകുട്ടി ആദ്യമായിട്ട് ഇത് അനുഭവപ്പെട്ടു. പിന്നെ ഈ പൂജ തുടങ്ങി 10-11 വീട്ടിൽ വന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, അവൾ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്, പ്രായതം പിടിച്ചാണ് കാണിക്കുന്നു പറഞ്ഞാൽ അവളെ വീട്ടിൽ നിന്ന് ഇപ്പം ആൾക്കാരെ ഞങ്ങളടുത്ത് വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണം. നമ്മൾ ചെയ്യാനൊന്നുമില്ല, നമുക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പെട്ടെന്ന് വഴിയൊക്കെ പറഞ്ഞു തന്നു. അന്ന് ഇതേ കണക്ക് ലൊക്കേഷൻ്റെ കാര്യങ്ങളൊന്നും അയക്കാൻ പറ്റില്ല, വഴിയൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ ആ വീട് എത്തുന്നതിന് മുമ്പ് ഒരു പ്രധാന ജംഗ്ഷനുണ്ട്, ഈ പെൺകുട്ടിയുടെ വീട്, അവിടെ അദ്ദേഹം നിൽക്കാം, വണ്ടി ഇട്ടുകൊണ്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എത്തിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഏതൊക്കെ ചെറിയ വഴികളിൽ കൂടെയൊക്കെ പോകണം. അപ്പം ഞങ്ങളെല്ലാം തയ്യാറായി. ഭാഗ്യത്തിന് എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ജീപ്പിൽ നേരെ അവിടെ എത്തിയപ്പോൾ സാർ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ നേരെ ആ വീട്ടിൽ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതകളുള്ള ആളവിടെ കിടക്കുകയാണ്. കാര്യം വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു സംഭവം അലർച്ചയോ വിളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വന്നത്, ഈ പെൺകുട്ടിയിൽ വന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് പൂച്ചയുണ്ട്. ഈ പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഞായറാഴ്ച ദിവസം. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. പൂച്ച കളിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ പെൺകുട്ടി, അന്ന് ഇതേ കണക്ക് ആൾക്കാർ മൊബൈലും സീരിയല് കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് എല്ലാവരും പരസ്പരം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുന്ന സമയത്തിനാണ്. അപ്പോൾ ഈ പെൺകുട്ടി നടവാതിലിൽ ഇങ്ങനെ പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ പൂച്ചയെ എടുത്ത് ആദ്യം ആരും ഇങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ ഈ പെൺകുട്ടിയെ വെറുതെ നോക്കിയിരിക്കുന്ന പൂച്ചയെ കളിപ്പിക്കുന്നത്. പെട്ടെന്ന് ഈ പെൺകുട്ടി അങ്ങ് ഇരുന്ന ഇരിപ്പിലങ്ങ് ഞെട്ടി തെറിച്ചിട്ട് ഈ പൂച്ചയെ എടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് എവളങ്ങ് ചാടി എണീറ്റ് അലർച്ചയും ബഹളവും, മുടി വലിച്ചിങ്ങനെ പറക്കലും വസ്ത്രമൊക്കെ വലിച്ച് കീറുന്നു. പെട്ടെന്ന് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇവരെല്ലാവരും കൂടെ ഒന്ന് ഓടിയെന്ന് പെണ്ണെ പിടിച്ചു കഴിഞ്ഞിങ്ങനെ വേണ്ട പെണ്ണ് പിന്നെ അങ്ങ് ബഹളമാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ നേരെ ഈ സാറിനെ വിളിച്ചു. അപ്പോൾ ഈ സാറ് എല്ലാവരുടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ പെൺകുട്ടി മാത്രമല്ല വന്ന് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയോ ആരെയൊക്കെ കൂടി വന്നിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാവരും ഇത് കേട്ടല്ലോ, ഇങ്ങനെ ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന, അടുത്ത് വരണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ആരുടെ ദേഹത്ത് വരികയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാര്യം സാറ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഓർമ്മയുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് സാറിൻ്റെ അടുത്ത് വിളിച്ചു, സാറേ ഞങ്ങളുടെ മോളുടെ ദേഹത്താണ് ഇതിപ്പോൾ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാർ എന്നെ വിളിക്കും. ഞങ്ങൾ അവിടെ എത്തുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഈ നിലവിളി കേട്ടിട്ട്, ഈ പെണ്ണ് അലർച്ചയും വിളിയും കേട്ടിട്ട് നാട്ടുകാർ മൊത്തം അവിടെ ഉണ്ട്. ആ വീട്ടിനകത്ത് കുറേ പേര് ബന്ധുക്കളൊക്കെ നിൽപ്പുണ്ട്. അവരുടെ തുണികളൊന്നും നേരെ ഒന്നും ശരീരത്തിൽ എല്ലാം വലിച്ചു കീറി വെച്ചേക്കാണ്. ഒക്കെ ഇല്ല മാന്തി പൊളിച്ചിരിക്കുന്നു. മിക്കെണ്ണത്തിൻ്റെ ശരീരം എല്ലാം തളർന്ന് ഈ ഓരോ ഏക്കർ കിളച്ചിട്ട് വന്ന് നിൽക്കുന്ന ഈ കിളയൽ തൊഴിലാളികളുടെ ഒരു ശരീരപ്രകൃതി അവസ്ഥയും വേർത്ത് കുളിച്ച് വലിച്ചു കീറി ഒക്കെ നിൽക്കുകയാണ്. ഈ പെൺകുട്ടിയെ എത്രയോ സ്ത്രീകൾ ചേർന്ന് പിടിച്ചിരിക്കുകയാണ്. അതിൽ
ഈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഈ രണ്ട് കൈയും രണ്ടാണുങ്ങൾ പിടിച്ചിരിക്കുന്നു, അത്രയും ബലത്തിൽ നിൽക്കണം. അപ്പം ഞങ്ങൾ വീട്ടിനകത്തോടെ കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വിളി, കയറരുത്, വീട്ടിനകത്ത് കയറരുത്, എൻ്റെ അടുത്ത് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ബഹളം. അപ്പം ഈ ശക്തമായിട്ടുള്ള ഈ അലർച്ചയും ഈ താക്കീതും കേട്ടപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞ് കയറണ്ട. കാര്യം ഇതിനെ നമുക്കങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് നമുക്ക് ഒന്നും ചെയ്തെടുക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. കാരണം ഞാൻ കയറുന്നില്ല വന്നു. പക്ഷെ അവിടെ നിന്ന് നോക്കിയപ്പം വീടിനകത്തുള്ള സകല സാധനങ്ങളും അടുത്ത് താറുമാറ അടിച്ചിട്ടിരിക്കുന്നു, നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ പൂജ ചെയ്യാൻ നിവർത്തില്ല, ഈ വീട്ടിൽ വെച്ച് പൂജ ചെയ്യാൻ നിവർത്തില്ല. അപ്പം സാറും ഉണ്ട്. അപ്പം സാറും അവിടുത്തെ എല്ലാവരും ഉണ്ട്, നിൽക്കുകയാണ്. അപ്പം സാറേ ഇവിടെ വെച്ച് എങ്ങനെ പൂജ ചെയ്യും? നമ്മുടെ ഒരു രക്ഷയില്ല, ഇവിടെ വെച്ച് പൂജ ചെയ്യാൻ പറ്റില്ല. പൂജ ചെയ്താലും കളവിടാൻ പോലെ അവൾ സമ്മതിക്കില്ല. അത്ര ഇതാണ്. ഇപ്പോൾ ഒരു 6-7 പേര് പിടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളാണുങ്ങളായിട്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് വരുന്ന 6-7 പേര് പിടിച്ച് നിർത്തിയിരിക്കുന്നു, അത് സത്യമാണ്. അതിൽ അവൾ ഒരുവിധമൊന്നുമല്ല, ചാടി കുതറുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കാതെ ചെയ്താൽ ഈ 7 പേരെ അവൾ പുല്ല് പോലെ എടുത്തറിയും, അതെനിക്ക് ഉറപ്പാണ്. അവളെ ശക്തി കൂടും. അവൾ വെച്ചും ചെയ്യാൻ വയ്യ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, നമ്മൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും നമുക്ക് മറ്റൊരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കോമ്പൗണ്ടിലുള്ള ഒരാൾ, അത് ഇവരുടെ ബന്ധുവാണെന്ന് തോന്നുന്നു, അയാൾക്ക് വളരെ കാര്യമായിട്ട് അയാൾ പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ? ആ കാണുന്നതാണ് എൻ്റെ വീട്. നമ്മളിത് തീർച്ചയായിട്ടും ചെയ്യാം. ഞങ്ങളിതെല്ലാം പറിക്കരുത്, അവിടെ കൊണ്ടുപോയി. ഇവിടെ കിടന്ന് വിളിയും ബഹളമാണ്. ഞങ്ങൾ അവിടെ ചെന്നു, പെട്ടെന്ന് കളവെല്ലാം ഒരുക്കി. ഞങ്ങളിതെല്ലാം എത്രയോ ദിവസം കൊണ്ടുള്ള തയ്യാറെടുപ്പാണ്. ഈ ഒരു കേസിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സന്ദർഭം കിട്ടി, ഈ സന്ദർഭം കൈവിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. പെട്ടെന്ന് തന്നെ ഹോമവും കാര്യങ്ങളും എല്ലാം വിളക്കുകളൊക്കെ ഒരുക്കി വെച്ച്, അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പോറ്റിമാർ തന്നെ ഇത് രൂപമുണ്ടായി. രൂപം എന്ന് വെച്ചാൽ, അതായത് ഒരു വാഴയില എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ശവശരീരം ഒരാൾ മരിച്ചു പോയാൽ വാഴയിലാണ് ആദ്യം കിടത്തുന്നത്. അങ്ങനെ ഒരു വാഴയില, വലിയൊരു വാഴയില, അതിനെ കൊണ്ടിട്ടിട്ട് അതിനകത്ത് ഞങ്ങൾ രൂപം ഉണ്ടാക്കി. ഒരു മനുഷ്യൻ്റെ അതേ വലിപ്പത്തിന് രൂപമുണ്ടാക്കി. രൂപം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ ഈ കണ്ണും കാലൊന്നും അങ്ങനെയൊന്നും അല്ല, ഒരു കണക്കിന് കണ്ട ഒരു മനുഷ്യ രൂപമാണെന്ന് തോന്നുന്ന വിധത്തിൽ. അവിടെ നമുക്ക് അനാട്ടമി പിടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. എങ്ങനെയെങ്കിലും മുഖവും ശരീരവും ശരീരാവയവങ്ങളൊക്കെ ഉണ്ടാവണം. പെട്ടെന്ന് എല്ലാവരും കൂടെ അതൊക്കെ ഉണ്ടാക്കി. മണ്ണുകൊണ്ട് തന്നെയാണ് ആ പറയുമ്പോൾ അവിടെ ആൾക്കാർ കളിമണ്ണൊന്നും നോക്കിയില്ല, മണ്ണ് വേണം, മണ്ണ് കൊണ്ടുവന്നു. പിന്നെ അതിനകത്ത് അത്തറമൊക്കെ ഒഴിക്കണം. ഇതെല്ലാം ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു, അത്തറമൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നു, ഞങ്ങളുടെ ഇത്രയും വലിയ രൂപം ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ. അപ്പം അവിടെ ചെന്നു, അതിനുള്ള ദ്രവ്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷെ മണ്ണ് കിട്ടി ഞങ്ങൾക്ക് പെട്ടെന്ന്. രൂപമല്ല, ഒരു 2 പേരൊന്നും രൂപം ഉണ്ടാക്കുന്നു, ബാക്കിയുടെ കളമ്പിക്കുന്നു, എല്ലാം ചെയ്ത് പറഞ്ഞു തീരുന്നവർ ഞങ്ങൾ പൂജ ആരംഭിച്ചു. അപ്പം അവിടുത്തെ അട്ടഹാസം, അടുത്തടുത്ത വീടാണ്, ബഹളം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ കേൾക്കാം. സത്യം പറഞ്ഞാൽ ആ പ്രദേശം മൊത്തം ആളാണ്, വീടിനകത്തും പുറത്തും. മുൻപിലെ റോഡെന്ന് വെച്ചാൽ ചെറിയ റോഡ്, പഞ്ചായത്ത് റോഡ്, ബസ് റൂട്ടൊന്നുമല്ല. അവിടെയൊക്കെ ആൾക്കാർ നിൽക്കണം. അതായത് ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചാൽ അറിഞ്ഞു കേട്ട് എല്ലാവരും വരും, ആരും പോയി വിളിക്കണ്ട. വന്നിട്ട് എല്ലാവരും പുറത്തു നിന്ന് പരസ്പരം സംസാരിച്ചു കൊടുത്ത് കാര്യങ്ങൾ പറയും പോലെ ഞാൻ അകത്ത് നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം ഈ 2 വീട്ടിലും ഇവിടെ പ്രേതം കൂടിയിരിക്കുന്നു, അപ്പുറത്തെ പ്രേതത്തിനെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്നു. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ പൂജ തുടങ്ങി. 7 പന്തം എല്ലാം കത്തിച്ച്, അതൊരു ഭയങ്കര ചടങ്ങാണത്. ഒക്കെ കത്തിച്ചു ഒക്കെ വെച്ചിട്ട് ആവാഹനം തുടങ്ങി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പിടിവിട്ട് കളയരുത്, പക്ഷെ കൈയൊന്ന് അയച്ചു കൊടുക്കണം. അത് പോട്ടെ, വരട്ടെ, ഇവിടെ ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പിടിച്ച് നിർത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ പൂജ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് ചാടി എണീറ്റ്, പറഞ്ഞില്ലടാ നീ എന്നെ എന്നെ പിടിക്കരുതെന്ന്, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് ഓടി. പക്ഷേ ഇപ്പം സ്ത്രീകളെല്ലാം പാവം കേട്ടോ, അവരൊക്കെ കിടന്ന് കോമഡി രൂപമായിരുന്നു അവർ ഓടി വന്നത് കാണാനായിട്ട്. അവരൊക്കെ കിടന്ന് പിടിക്കുകയാണ് എല്ലാവരും കൂടെ. പക്ഷേ ഞാൻ പറഞ്ഞിങ്ങനെ അധികം ബലം പ്രയോഗിക്കേണ്ട, ഇങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട്, പക്ഷേ കൈ വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ആദ്യം വിളക്കെടുത്ത് എൻ്റെ മണ്ടയ്ക്ക് അടിക്കും. അപ്പം ഈ ആണുങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എങ്കിലും അവർ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് നേരെ ഈ മുൻവശത്തെ ഹാളിലിരുന്നാണ് ചെയ്യുന്നത്. ഈ ഗേറ്റൊക്കെ തുറന്നിട്ടിരുന്നു. വന്നിട്ട് ഈ വാതിലിൽ ഇങ്ങനെ വന്നു, ഈ 2 ആണുങ്ങളുണ്ട്, അവരെ 2 പേരും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നിൻ്റെ അടുത്തല്ലടാ പറഞ്ഞത് എന്നെ ഉപദ്രവിക്കരുതെന്ന്.
നിന്നെ ഞാൻ തന്നെ നശിപ്പിക്കും, ഇങ്ങനെ അങ്ങ് എന്നെ വിരട്ടണ വിധത്തിൽ, എൻ്റെ ജീവിതം തുലച്ചുകളയെന്നുള്ള വിധത്തിൽ. അങ്ങനെയാണോ എൻ്റെ ജീവിതം തുലച്ചു പോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് ശാപങ്ങളും ഗുണ്ടാ ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതവിടെ ഒന്ന് അപ്പോൾ ഇതിന് മുൻപിൽ കിട്ടിയപ്പോൾ ഒരു ശരീരത്തിൽ ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇത് ഈ പ്രതിമയിൽ നമ്മൾ പിന്നെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. കുറേ പേരൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അപ്പുറം ഇപ്പോൾ 2 പോറ്റിമാരുന്നത്, അവർക്കും ജപത്തിൻ്റെ കാര്യം അവരും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നിന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആദ്യമൊന്നും ഞാൻ സംസാരിക്കുന്ന മുഖത്ത് നോക്കാനേ പോയില്ല. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് വന്നിരിക്കാൻ പറഞ്ഞ്, പീഠം ഇട്ടിട്ടുണ്ട്, പീഠത്തിലിരിക്കുക, നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. പിന്നെ അതിൻ്റെ രീതിയിലാണ്. പക്ഷെ അപ്പോഴത്തേക്ക് അതിന് മനസ്സിലായി, അത് വേദനിച്ച് തുടങ്ങി. പിന്നെ അത് ഒരു അലർച്ചയോ ബഹളമോ വെല്ലുവിളിയോ ഒന്നുമില്ല. അതൊരു മതിരി ഞെരങ്ങി ഇങ്ങനെ വേദന എടുക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ പ്രതിമയിൽ ചെയ്യുന്നത് അതിനവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വന്നു നേരെ അത് അവിടെ വന്നിരുന്നു, കളത്തിന് മുമ്പിൽ വന്നിരുന്നതിന് ശേഷം അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചില ആൾക്കാർക്ക് ഇത് ആരാണ്, ഏതാണ്, പേരെന്ത്, നാളെന്ത്, മൊബൈൽ നമ്പർ എത്ര, ഇതൊക്കെ അന്വേഷിക്കണം. അന്ന് മൊബൈലില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു ഇതിനൊന്നും സമയമില്ല, എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കി ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. ഇത് നാളും പേരും ഒന്ന് ചോദിച്ചതൊന്നും നടക്കത്തില്ല. ഈ കിട്ടിയ സന്ദർഭത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിലും അത് കൈവിട്ട് പോയാൽ പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറെ ആരെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ളവർ പറഞ്ഞ് നമുക്കൊന്നും അറിയണ്ട, ഈ സാധനത്തിന് ഇവിടെ നിന്ന് മാറ്റിയാൽ മതി എന്നുള്ള വിധമായി. പിന്നെ ഓരോരുത്തരും ശരിക്കും ഓരോരുത്തർക്ക് നാക്കുണ്ടെന്ന് അറിഞ്ഞത് അപ്പോഴാണ്. ഇതവിടെ വന്നിരുന്നു. പിന്നെ ശക്തമായിട്ടുള്ള ആവാഹനം തുടങ്ങി. ഞാനും എൻ്റെ കൂടെ 2 പോറ്റ്, ഒരുപാട് പേരുണ്ട്, പക്ഷേ ഈ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് ഇതിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് ഈ ശരീരത്തിൽ നിന്നും ഇതിനെ ഇങ്ങോട്ട് വിളിച്ച സമയത്തിന് തന്നെ ഇത് പൊളയുകയാണ് ആ ശരീരം അവിടെ ഇരുന്ന്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇങ്ങനെ ഞെരിഞ്ഞ് അത് ഒരു വല്ലാത്തൊരു ഇതാണ്. നമുക്ക് മുഖം കാണുമ്പോൾ നമുക്ക് ആ കുട്ടിയേ അല്ല, കുട്ടിയെ ഞാൻ കണ്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. മറ്റുള്ളവർ പറഞ്ഞു അവളുടെ മുഖം പോലും മാറിപ്പോയി, അവളുടെ കളറ് മാറിപ്പോയി, ഒരു തരം ഉജാലയുടെ കളറ് പോലെയൊക്കെ ആയി. അത് ഞാൻ വരുമ്പോൾ നല്ലൊരു വെളുത്ത കുട്ടി, പക്ഷെ പിന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് ഒരുമാതിരി ഒരു നീലയും അല്ല ചുവപ്പും അല്ലാത്ത വല്ലാത്ത വിധത്തിലുള്ള കളറൊക്കെ അങ്ങ് ആയിപ്പോയി. അങ്ങനെ എന്തായാലും ഇതിനെ പൂർണ്ണമായും ഇതിലേക്ക് വിളിച്ചു വരുത്തി. അവസാനം പോകുന്നതിന് മുമ്പ് പറഞ്ഞ്, എന്നെ ഉപദ്രവിക്കരുത്, ഉപദ്രവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ബാക്കിയതല്ല, വേറെന്താണ് ഞാൻ പറയുന്നതാണ്, നിന്നെ ഞാൻ ശപിച്ച് നശിപ്പിക്കും, നിന്റെ കുല ഞാൻ മുടിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് കേട്ട് പേടിച്ച് വിട്ടൊഴിയാൻ എനിക്ക് വയ്യ. കാര്യം ഇതെൻ്റെ കർമ്മമാണ്, ഇതെൻ്റെ തൊഴിലാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ. അപ്പം ഇതെല്ലാം ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. നമ്മൾ നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല, നിനക്കും രക്ഷ വേണം, എൻ്റെ അടുത്ത് വന്ന ഈ വീട്ടുകാർക്കും രക്ഷ വേണം. അതുകൊണ്ട് ദയവായി നീ ഇതിനകത്ത് വരിക, നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വിളിച്ചു വരുത്തി. ഈ പെൺകുട്ടി മറിഞ്ഞടിച്ച് വീണു. പിന്നെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഈ 5 അടിക്ക് വരുന്ന ഈ പ്രതിമ കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകും. ഞങ്ങൾ കൊണ്ടുപോയാലേ പറ്റൂ. ഇത് വന്നില്ലെങ്കിൽ ഇതിനകത്ത് ആ ഭൂമിയിൽ എവിടെ വെട്ടിക്കുഴിച്ച് താക്കാനായിരുന്നു ഞങ്ങളുടെ ഐഡിയ. അപ്പോൾ ഇത് പിന്നെ വെട്ടിക്കുഴിച്ച് താക്കാൻ പറ്റില്ല. താക്കാന്ന് വെച്ചാൽ പിന്നെ അതിന് ഇല്ല, പിന്നെ എപ്പോഴെങ്കിലും അത് എവിടെ നിന്നെങ്കിലും ഒരു പവർ കിട്ടി അത് വീണ്ടും പുനർജനിക്കുകയല്ല, ശക്തി പ്രാപിച്ച് വീണ്ടും വരണം. വീണ്ടും വന്നാൽ അത് ആദ്യം വന്ന് പണി തരുന്നത് എനിക്കായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നടന്നില്ലെങ്കിൽ അതേ ഉള്ള മാർഗം, ജീവൻ ബലി കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ചെറിയ പ്രതിമയുണ്ട്, ഞങ്ങൾ തടി പ്രതിമ, അത് ഒരു സെറ്റ് എപ്പോഴും കയ്യിൽ കാണും. അത് വെച്ചിട്ട് ഇതിനെ പിന്നെ അതിലേക്ക് ആവാഹിച്ചു. അതിനെ പിന്നെ ഞങ്ങൾ കെട്ടിപ്പൊഞ്ഞ് ദർഭയൊക്കെ കെട്ടി അതിനെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇതൊന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ആദ്യം ഇത് വന്നിരുന്ന് നമ്മൾ ശപിക്കൂലേ, ആ ശാപം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏക്കും. സത്യമാണ്. ഞങ്ങളെപ്പോലുള്ള ജീവിതം എടുത്തു നോക്കിയേ, ആർക്കും എല്ലാം ഉണ്ട്, പക്ഷെ ജീവിതം വളരെ ദുഃഖമാണ്. ഇതൊക്കെ വാങ്ങിച്ചു പോയി, ഇനി ഇത് വിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോയാൽ പിന്നെ തീർന്നു, അന്നതോടുകൂടി ഇല്ല, പിന്നെ ജനിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ മതി. അണ്ടില്ല ഈ നായർ പിടിച്ച പുലിവാല് പോലെയാണ്, പിടിച്ചുകൊണ്ട് നിൽക്കാനും പറ്റില്ല, പിടിവിട്ടാൽ പുലി നമ്മളെ പിടിക്കുകയും ചെയ്യും. ഈ ഒരവസ്ഥയിലാണ് ഇപ്പം ഈ ഞങ്ങളെപ്പോലുള്ള മിക്ക ആൾക്കാരുടെയും പോക്ക്. സാധാ ഒരു ചെറിയ ഒഴിപ്പീര് കാര്യങ്ങളായിട്ട് നടക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള വൻകിട കേസുകൾക്ക് പോയാൽ നമുക്ക് നല്ല ഹൈപ്പ് കിട്ടും, പൈസയും കിട്ടും. പക്ഷേ കിട്ടിയ ജീവിതങ്ങളെല്ലാം കൈവിട്ടു പോകും, അതൊരു സത്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കേസും കൈകാര്യം ചെയ്യുന്നത്. കാര്യം അതൊരു 2 മാസത്തോളം, 2.5 മാസത്തോളം ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു ഈ ഒരു കേസ് പരിഹരിക്കുന്നത്.
അപ്പം ഞാൻ ഇങ്ങനെയുള്ള വലിയ കഥകളൊന്നുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവതരിപ്പിച്ചത്. ഇതൊക്കെ അവതരിപ്പിക്കാൻ കാരണം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, ചെയ്തു കഴിഞ്ഞതാണ്. ഇപ്പം അവരുമായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഈ കേസ് അങ്ങനെ പരിഹരിച്ചു, അത് പൂർണ്ണമായിട്ടും മാറി. പിന്നീട് ഒരിക്കലും അത് ബുദ്ധിമുട്ട് വരില്ല, ഉറപ്പാണ്. കാര്യം ഇതിനെ ഞങ്ങൾ കൊണ്ടുപോയി ഇത് നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ ഞങ്ങൾ മാസങ്ങൾ കൊണ്ട് ചെയ്തിട്ടാണ്. അപ്പോൾ വിചാരിക്കും 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം ഇതിൻ്റെ മാത്രം പുറകെയാണെന്ന്. അല്ല, ഇതിനോടൊപ്പം ഒരുപാടെണ്ണം കാണും. ഇത് ഒന്നിനു വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സമയമാണ് 2-3 മാസം ഞങ്ങളിത് കൊണ്ട് പരിഹരിക്കുന്നത്. അതായത് ഒരു സമയം ഇത് കണക്ക് 10-ഉം 15ഉം പ്രതിമകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനൊരു മോശപ്രാപ്തി, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കി മാറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിരോധാഭാസം, ഒരിക്കൽ ഞങ്ങളെ ശപിച്ച് ആ ശാപം നമുക്ക് തന്നിട്ട് വീണ്ടും ഞങ്ങളെ രക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിനെ പോസിറ്റീവാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നന്മകളും അത് ഒരുപാട് നന്മകളും നമുക്ക് തരും. ആ നന്മകളാണ് വീണ്ടും പല കേസുകളും പോയി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതും, കേസുകൾ നമ്മൾ തേടി വരുന്നതും പരിഹരിക്കാൻ പറ്റുന്നതും, അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതും 10 പേര് അറിയുന്ന വിധത്തിലേക്കൊക്കെ നമുക്ക് വളർന്നു പോകാൻ പറ്റുന്നതും. ഈ കുങ്കി ആനയുടെ അവസ്ഥയാണ്. അതിനെ കാട്ടിൽ നിന്ന് പിടിക്കാൻ നേരത്തെ ചിലപ്പോൾ ഒരു കുത്തും. ഈ കുത്ത് ഇന്ന് നമ്മുടെ ജീവിതാവസാനം വരെ വെച്ച് അനുഭവിക്കേണ്ടി വരും. പക്ഷെ പിന്നീട് അത് നമുക്ക് നമ്മുടെ കൈക്കിണങ്ങി വരും, നമുക്ക് സഹായകരമായിട്ട് നിൽക്കും. പക്ഷെ ആദ്യം കിട്ടിയ കുത്ത് തന്നെയാണ്. ഇത് ഇണങ്ങിയതുകൊണ്ട് ആ കുത്ത് എൻ്റെ ബുദ്ധിമുട്ടൊന്നും മാറി കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ കേസ്. പിന്നെ ആദ്യം പിടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ചില മുടിഞ്ഞ ശാപങ്ങൾ അത് അപ്പോൾ തന്നെ നമുക്ക് ഫലിക്കും എന്നുള്ളതാണ്. തൊഴിലെന്ന് കർമ്മമാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് പ്രേതാനുഭവങ്ങൾ. എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. എൻ്റെ ഈ പ്രേതാനുഭവ കഥകൾ പറയുമ്പോൾ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. പുളുവാണെങ്കിലും കേൾക്കാൻ കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പുളുവാണെങ്കിലും ആ മണ്ടൻ വന്നിരുന്ന് കേട്ടല്ലോ. അപ്പം ഞാൻ മണ്ടനെന്ന് ഉറപ്പായിട്ട് വിളിച്ചാണ്. പുളുവാണെന്ന് അറിഞ്ഞിട്ട് അവൻ കേട്ടു, രസിച്ചു. കമൻ്റ് ഇടാൻ അവന് ഇത് ഇടാതിരിക്കാൻ പറ്റിയില്ല, കമൻ്റ് ഇട്ടു. പക്ഷെ ഇട്ടത് അവൻ്റെ യഥാർത്ഥ സ്വഭാവം വിളിക്കാണിച്ച് പുളുവാണെങ്കിലും കേൾക്കാൻ കൊള്ളാം, അതാണ്. അപ്പം ഇതൊക്കെയാണ് ആൾക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെയുള്ള ചില ആൾക്കാർ പറയും അത് അങ്ങനെയൊന്നുമില്ല, ഇത് ചില മാനസിക പ്രശ്നങ്ങളാണ്, മരുന്ന് കഴിച്ചാൽ മാറും, അതിന് പിന്നീട് വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയും. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നതിനേക്കാളേറെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഡോക്ടറെ പോയി കാണൂ. ഡോക്ടർ കൈവിട്ടാൽ മാത്രം എൻ്റെ അടുത്തോ ഞങ്ങളെപ്പോഴുള്ളടുത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ല, ഡോക്ടറെ കാണാതെ ഡോക്ടർമാരെല്ലാം കള്ളന്മാരാണ്, മണ്ടന്മാരാണ്, അവർ ചെയ്യുന്നത് ശരിയല്ല, ഓടി ഞങ്ങളുടെ അടുത്ത് വാന്നൊന്നും ഇന്നു വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറഞ്ഞത് അതും ആദ്യം ഞങ്ങളുടെ അടുത്ത് വാ, ഞങ്ങൾ നോക്കിയിട്ട് പറയാം ഡോക്ടറെ അടുത്ത് പോകണമോ എന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഡോക്ടറെ കാണൂ, ഡോക്ടറിന് പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരൂ. ഡോക്ടറെ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ കഴിവുകേട് കൊണ്ടല്ല, അത് രോഗമല്ല, മാനസിക പ്രശ്നമാണെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റും. അതിന് തെളിവായി ഞാൻ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഡോക്ടർമാർ പറ്റില്ല, കൈവിട്ട കേസുകൾ പൂജാതി കർമ്മങ്ങളിൽ കൂടി ഞങ്ങളെപ്പോലുള്ളവർ മാറ്റിയെടുത്ത് അവരൊന്ന് സുഖമായി ജീവിക്കുന്ന 100 1000 ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും കേസുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രേതാനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അതുണ്ട്, നമുക്ക് ചുറ്റിനുമുണ്ട്. ഞാനിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ചിലപ്പോൾ രസിച്ചിരിക്കുന്ന പ്രേതങ്ങൾ നമുക്ക് ചുറ്റിനും ഉണ്ടാകാം. അപ്പോൾ എന്താണ് പ്രേതങ്ങളെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ മരണപ്പെട്ടു പോയാൽ ആ ആത്മാവാണ് പ്രേതമായിട്ട് മാറുന്നത്. അപ്പോൾ ചോദിക്കും, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു മരിച്ചു, അതെല്ലാം പ്രേതമാണോ ചോദിക്കും. ഒരിക്കലുമല്ല. പ്രേതമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ മരണപ്പെട്ടു പോയാൽ മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാതിരുന്നാൽ അത് പ്രേതമായിട്ട് മാറും. അതായത് ഒരു ആത്മാവിനെ, ഒരു ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് പുറപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് പ്രേതമാണ്, പ്രേതാത്മാവാണ്, ശരീരമില്ലാത്ത ആത്മാവ്. പക്ഷെ അതിനെ നമ്മൾ ഒരു കർമ്മത്തിൽ കൂടി അതിനെ ശുദ്ധാത്മാവായി മാറ്റണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അതിനെ പിതൃ എന്ന് പറയും. അപ്പോൾ ആ പിതൃ ആകുന്നതിന് 365 ദിവസത്തെ കർമ്മങ്ങളാണ്. 365 ഒരു വർഷം, മരിച്ച അന്നു മുതൽ 1 വർഷം വരെയുള്ള കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ കൂടിയാണ് ഇത് പിതൃവായി മാറുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞ സഞ്ചാന്യം, 16 പുല്ലകുളി അടിയന്തരം, അത് കഴിഞ്ഞാൽ ആ മരിച്ച നാളുകൾ 13 നാൾ വരുമ്പോഴാണ് 1 വർഷം തികയുന്നത്. 28 ദിവസം കൂടുമ്പോൾ ഒരു നാൾ വരുന്നത്. അങ്ങനെ ഈ 13 മാസ ബലി കൂടി ഇട്ടതിന് ശേഷം മാത്രമേ
ഇത് പൂർണ്ണമായും ഒരു പിതൃവായി, അതായത് ഒരു ശുദ്ധാത്മാവായി മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പ്രേതമാണ്. അങ്ങനെ ഈ കർമ്മങ്ങൾ കിട്ടാതെ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമാകാതെ കൃത്യമാകാതെ ഇരുന്നാൽ അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രേതങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ അലിഞ്ഞുതിരിയുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ ദുർമരണം സംഭവിച്ചു പോയിട്ടുള്ള രണ്ടാത്മാക്കൾ, അതാണാണോ പെണ്ണാണോ എന്ന് പോലും നമ്മൾ ചോദിക്കാൻ നിന്നില്ല. അറിയാൻ പറ്റിയില്ല, നമുക്കിത് എങ്ങനെയെങ്കിലും ഇതിനെ ഊരിക്കളഞ്ഞാൽ മതി എന്നുള്ളതായിപ്പോയി. അപ്പോൾ ആ മരിച്ചു പോയവർക്ക് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. മരിച്ചു പോയി കഴിഞ്ഞാൽ മിക്ക കർമ്മങ്ങളൊന്നും ചെയ്യില്ല, പല കുഴപ്പങ്ങളും പറഞ്ഞ് ചെയ്യും. ഇന്നും എന്നെ കാണാൻ വന്നിരുന്നവർ പറഞ്ഞ് ഞങ്ങൾ NSS ആണ് സാറേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ മാസബലിയൊന്നും ഇല്ലാന്ന്. അമ്പലപ്പുഴയിൽ നിന്ന് വന്നൊരു ടീമാണ്. അപ്പം ഗരുഡ പുരാണമാണ് നമുക്കിതിന് ആധാരം. മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്നതിന് ഗരുഡ പുരാണമാണ് ആധാരം. ഗരുഡ പുരാണത്തിൽ ഹിന്ദുക്കളാണ് അത് അനുഷ്ഠിക്കുന്നത്. ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും മരണാനന്തര കർമ്മങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്പലപ്പുഴ ഉള്ളവർക്ക് മാസബലി വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതൊരു കോമഡി രൂപത്തിൽ അവരോട് പറഞ്ഞു. അവർ പറയുന്നത് ഞങ്ങളെ കൂടെ വീട്ടിലുള്ളവരൊന്നും അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഒന്നും വേണ്ടാന്നൊക്കെയാണ് പറഞ്ഞത്. അവർ അന്വേഷിച്ച് വന്നത് ഇപ്പോഴേ പണി കിട്ടി തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പം മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഈ മരിച്ചു നിൽക്കുന്ന പ്രേതമായി തന്നെ തുടരുകയും അത് പിന്നീട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഇതേ കണക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് പ്രേതങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, നമ്മളെ അറിവിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ കൃത്യമായിട്ടുള്ള ഈ കർമ്മങ്ങൾ, സഞ്ചാന്യം 16 നടത്തുന്ന പുലകുളി അടിയന്തരം, മാസബലി, മരിച്ച അതേ നാളിൽ 13 നാളിൽ, ഒരു വർഷം കൊണ്ട് 13 നാളിലും നമ്മൾ മാസബലി, അതും ചിലവർ വീട്ടിലെത്താൻ അങ്ങ് ചെയ്യും. ചെയ്തിട്ട് ഗേറ്റിൻ്റെ ആ തൂണിൻ്റെ പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കും, കാക്കയ്ക്കടുത്തുകൊണ്ട് പോയി ഈ പിണ്ടച്ചോറ്. അങ്ങനെയല്ല, നമ്മൾ ഒഴുക്കുള്ള ജലത്തിൽ, അത് കടലിൽ തന്നെ പോയി നല്ല കർമ്മികളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അവർ പ്രേതാവസ്ഥയിൽ നിന്നും പിതൃവായി മാറും. പിതൃവായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് ഭാഗ്യങ്ങൾ അവർ കൊണ്ടുതരും. ഞാൻ ഈ പറഞ്ഞ പ്രേതാനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധാദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, ഇതൊക്കെയാണ് ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുന്നത്. ഇതിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുച്ചൂട് നശിക്കും. അങ്ങനെ ഉള്ള ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ പലരും നാളും പേരും ഒക്കെ അയച്ചു തരട്ടെ എന്ന് ചോദിക്കും. പക്ഷെ അതൊന്നും പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ, നിങ്ങൾ എവിടെയാണോ താമസിക്കുക, ഈ ഭൂമി എവിടെയാണ്, ആ ഭൂമിയിൽ വന്നു നിന്നാൽ മാത്രമേ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വരാതിരിക്കട്ടെ, ഉണ്ട്, ഞാൻ വന്ന് നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം. അതിന് തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.